അർജുനായുള്ള തിരച്ചിൽ അങ്ങ് ശിരൂരിൽ നടക്കുന്നതിനിടെയും അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം. മലയാളികൾ എത്ര പ്രബുദ്ധരെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴാണ് സൈബർ ഇടത്തെ ഈ അവസ്ഥ. അർജുന്റെ അമ്മയും സഹോദരിയും ഭാര്യയും കരയുന്നില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂസലില്ലാതെ വന്നു നിൽക്കുന്നു എന്നതിൽ തുടങ്ങി കുടുംബത്തിനെതിരെ വ്യാജ വീഡിയോ പ്രചാരണം വരെ സൈബർ സ്പേസിൽ നടക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ അമ്മയുടെ സഹോദരി അർജുന്റെ അമ്മയോട് സംസാരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ അർജുന്റെ കുടുംബം കോഴിക്കോട് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അർജുൻ. അങ്ങനെയുള്ളവനെ കാത്തിരിക്കുന്ന കുടുംബത്തോടാണ് മുഖമില്ലാത്ത പേരില്ലാത്ത ചിലർ എവിടെയോ ഇരുന്ന് തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത്. ഇതാദ്യമായല്ല കേരളക്കര സൈബർ അറ്റാക്കിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നത്. ഇതിനൊരു അവസാനമില്ലേ എന്നതാണ് ചോദ്യം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു സിനിമാ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടി അമല പോൾ ഒരു കോളേജിലെത്തിയത്. അന്ന് അവർ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ ഇന്നും നടക്കുകയാണ് ബുള്ളിയിങ്. ഒരു മാസം മുൻപാണ് സൈബർ അറ്റാക്കിന് പിന്നാലെ തിരുവനന്തപുരത്ത് +2 വിദ്യാർത്ഥിനിയായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ജീവിതം അവസാനിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ചെന്നൈയിൽ ഒരു കുഞ്ഞ് അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ വീണു. അയൽവാസികളൊക്കെ എത്തി ആ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്തു. പക്ഷെ സൈബർ ഇടത്തെ നല്ലവരായ ആളുകൾ ആ കുഞ്ഞിന്റെ അമ്മയുടെ നേരെ തിരിഞ്ഞു. കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചും വളർത്തുന്നതിനെ കുറിച്ചുമെല്ലാം ക്ലാസ് എടുപ്പായി. ഒരു മാസം കഴിഞ്ഞ് നാം കേട്ടത് ആ യുവതിയും ജീവനൊടുക്കിയെന്നാണ്. സെലിബ്രിറ്റികൾ, മന്ത്രിമാർ, നേതാക്കൾ, സാധാരണക്കാർ വരെ ഇന്ന് സൈബർ ബുള്ളിയിങ് നേരിടുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അധിക്ഷേപം കൂടുകയാണ്. വ്യാജ വീഡിയോ പ്രചരണങ്ങൾ, മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ കമന്റ് ചെയ്യൽ, വ്യക്തിഹത്യ ചെയ്യൽ, ഇവയിൽ കൂടുതലും സ്ത്രീകൾക്കെതിരെയാണെന്നതും നാം കാണേണ്ടതുണ്ട്. അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. അർജുന്റെ ഭാര്യ, സഹോദരി, അമ്മ ആക്രമിക്കപ്പെടുന്നത് ഇവർ തന്നെ. സൈബർ ബുള്ളിയിങ് തടയാൻ നമ്മുടെ നാട്ടിൽ ആവശ്യമായ നിയമമില്ല എന്നത് വാസ്തവം. പക്ഷേ നിയമത്തെ മാത്രം പഴിച്ചാൽ മതിയോ? നമ്മളും ഉത്തരവാദികളല്ലേ? നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവർ തന്നെയല്ലേ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വന്ന് കമന്റ് ഇടുന്നത്? ജനങ്ങളുടെ പൊതുബോധത്തെ സ്വാധീനിക്കാൻ, പിഴവുകളെ തിരുത്താൻ വഴിയില്ലേ? സൈബർ ബുള്ളിയിങ് നേരിടുന്നവരിൽ എത്ര പേർ പ്രതികരിക്കുന്നു? മുഖമില്ലാതെ എവിടെയോ ഇരുന്ന് അധിക്ഷേപ വർത്തമാനം പറയുന്നവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് പറയുന്നവരുണ്ട്. അതും ശരിയല്ലേ? നമ്മുടെ വാക്കിൽ ഇവരിത് അവസാനിപ്പിച്ച് നന്നാകുമെന്ന പ്രതീക്ഷയൊന്നും ഇന്നത്തെ കാലത്ത് വേണ്ട. എന്താണ് ഇതിനൊരു പരിഹാരം? നമ്മുടെ നിയമ സംവിധാനവും നിയമങ്ങളും മാറണം. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ പെട്ടെന്ന് നടപടി വേണം, കൃത്യമായ ശിക്ഷ വേണം. ഇതിനെല്ലാം മുകളിൽ സൈബർ ബുള്ളിയിങ് ശരിയല്ലെന്നും എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലെന്നുമുള്ള ബോധം പൊതുജനങ്ങൾക്കും വേണം. സ്കൂൾ തലം മുതൽ സൈബർ ഇടം ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് ബോധവൽക്കരണവും വേണ്ടതുണ്ട്. നമ്മെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് അപ്പുറത്തെന്ന ഒരു മാനുഷിക പരിഗണന, അല്ലെങ്കിൽ സാമാന്യ മര്യാദ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങാം.